ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ജില്ലയിൽ പണമൊഴുക്കി നടത്തുന്ന മേളകളും ആഘോഷങ്ങളും അഴിമതിയുടെ കൂത്തരങ്ങായി മാറുന്നുവെന്ന പരാതി വ്യാപകമാവുകയാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പരിശോധനകൾ ആരംഭിച്ചു. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നടത്തുന്ന മേളകളാണ് അഴിമതിക്കാർക്കുള്ള വേദികളായി മാറുന്നത്. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. കോഴിക്കോട് സാമൂതിരി മാനവിക്രമൻ രാജ തീപ്പെട്ടു. അന്ത്യം. അസുഖത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ. കഴിഞ്ഞ വർഷത്തെ മലബാർ മഹോത്സവത്തിലും ഓണാഘോഷത്തിലും അഴിമതി നടന്നെന്ന് പരാതി. DTPC ഓഫീസിൽ വിജിലൻസ് പരിശോധന. വേനൽ മഴ. ജില്ലയിലെ മലയോര മേഖലയിൽ വൻ നാശനഷ്ടം. കൃഷികൾ നശിച്ചു, വീടുകൾ തകർന്നു. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് സാമൂതിരി രാജ തീപ്പെട്ടു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചൊവ്വാഴ്ചയായിരുന്നു അന്ത്യം. 93 വയസ്സായിരുന്നു. അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കമല രാജയാണ് ഭാര്യ. PKS രാജയുടെ നിര്യാണത്തെ തുടർന്ന് കഴിഞ്ഞ മാർച്ചിലാണ് തിരുവണ്ണൂർ പുതിയ കോവിലകത്തെ PK ചെറിയാനുജൻ രാജ എന്ന ശ്രീ മാനവിക്രമൻ രാജ സാമൂതിരിയായി ചുമതലയേറ്റത്. വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു ശ്രീ മാനവിക്രമൻ രാജ. ചെക്കോസ്ലോവാക്യയിലെ ഇന്ത്യൻ എംബസിയിൽ നിന്ന് തേർഡ് സെക്രട്ടറിയായാണ് 1980-ൽ വിരമിച്ചത്. കമല രാജയാണ് ഭാര്യ. സംസ്കാര ചടങ്ങുകൾ ബുധനാഴ്ച രാവിലെ 8 മണിക്ക് തിരുവണ്ണൂർ പുതിയ കോവിലകത്തെ കുടുംബ ശ്മശാനത്തിൽ നടക്കും. സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. കഴിഞ്ഞ വർഷം DTPC സംഘടിപ്പിച്ച ഓണാഘോഷം, മലബാർ മഹോത്സവം എന്നിവയുടെ വരവ് ചിലവ് കണക്കുകളിൽ അഴിമതി നടന്നെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട്ടെ വിജിലൻസ് വിഭാഗം മാനാഞ്ചിറയ്ക്ക് സമീപത്തെ DTPC ഓഫീസിൽ മിന്നൽ പരിശോധന നടത്തിയത്. വിജിലൻസ് DYSP K അഷ്റഫ്, ഗസറ്റഡ് ഓഫീസർ സുരേഷ് കുമാർ, SI പ്രേമാനന്ദൻ എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. സപ്നേഷ്, രവീന്ദ്രൻ, പ്രകാശൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. സ്ത്രീ ശാക്തീകരണം കുടുംബശ്രീയിലൂടെ എന്ന വിഷയത്തിൽ ടാഗോർ ഹാളിൽ സെമിനാർ സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് എക്സ്പോയുടെ ഭാഗമായി നടന്ന സെമിനാർ മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് എക്സ്പോയുടെ ഭാഗമായി ടാഗോർ ഹാളിൽ സ്ത്രീ ശാക്തീകരണം കുടുംബശ്രീയിലൂടെ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മേയർ AK പ്രേമജം പരിപാടി ഉദ്ഘാടനം ചെയ്തു. അത് സ്വന്തം കാലിൽ നിൽക്കാൻ എനിക്ക് കെൽപ്പുണ്ട് എന്ന വിശ്വാസം വന്നാൽ മാത്രമേ നമുക്ക് വാതിൽ മുഴുവൻ തുറന്ന് നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വരുന്നു, എന്താണ് ആവശ്യമെന്ന് തന്റെ ഇടത്തോടു കൂടി ചോദിക്കാൻ സാധിക്കും. ആ രീതിയിൽ നമുക്ക് എത്താൻ സാധിക്കുമെന്ന് കേരളം തെളിയിച്ചു കഴിഞ്ഞു. മറ്റു പലതിനും കേരളം മാതൃകയാണ്. ജനകീയാസൂത്രണത്തിന്റെ കാര്യത്തിൽ പ്ലാനിങ് ഡൽഹിയിൽ നിന്നല്ല വേണ്ടത്, സംസ്ഥാന തലസ്ഥാനം തിരുവനന്തപുരത്ത് നിന്നല്ല, നേരെ മറിച്ച് അതാത് പ്രദേശത്ത് വേണം പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണം വേണമെന്ന് നാം മറ്റ് സംസ്ഥാനങ്ങൾക്കും ലോകത്തിനൊട്ടാകെ മാതൃക കാണിച്ചു. CDS നോർത്ത് ചെയർപേഴ്സൺ PP ഷീജ അധ്യക്ഷം വഹിച്ചു. സെന്റർ ഫോർ സോഷ്യോ എക്കണോമിക്സ് എൻവയറമെന്റൽ സ്റ്റഡീസ് അംഗം ഡോക്ടർ ആനന്ദി വിഷയാവതരണം നടത്തി. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P കുൽസു, മുൻ മേയർ MM പത്മാവതി, വിധു വിൻസൻ, T രജനി, K ബീന എന്നിവർ പങ്കെടുത്തു. കുടിക്കാനുള്ള വെള്ളത്തിനായി സമീപ പ്രദേശത്തുള്ളവരുടെ കനിവ് കാത്തു കഴിയുകയാണ് മാറാട് തെക്കേ കോയവളപ്പ് തീരവാസികൾ. 50ഓളം കുടുംബങ്ങൾ ഇവിടെ കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്. ഏറെ ദൂരം താണ്ടി കോയവളപ്പിൽ നിന്നാണ് ഇവിടുത്തുകാർ വെള്ളം ശേഖരിക്കുന്നത്. എന്നിട്ടും കടലോരത്ത് പതിവായുള്ള ജലക്ഷാമം പരിഹരിക്കാൻ അധികൃതർക്കായിട്ടില്ല. കോർപ്പറേഷൻ 53-ാം ഡിവിഷനിലുള്ള തെക്കേ കോയവളപ്പിലേക്ക് മാറാട് ശുദ്ധജല പദ്ധതിയിൽ നിന്നായിരുന്നു കുടിവെള്ളം എത്തിച്ചിരുന്നത്. പൈപ്പ് ലൈൻ താറുമാറായും മറ്റും വർഷങ്ങളായി പൊതുടാപ്പിൽ വെള്ളമെത്തുന്നില്ല. ഇതിനാൽ എക്കാലത്തും തീരത്ത് കുടിവെള്ളക്ഷാമമാണ്. പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞവർ ശുദ്ധജലത്തിനായി നെട്ടോട്ടമാണ്. കോയവളപ്പിലെ പൈപ്പിൽ നിന്ന് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരു കുടം വെള്ളമാണ് ഇവർക്ക് ലഭിക്കുന്നത്.
അതുതന്നെ ചിലപ്പോൾ വെള്ളം രാവിലെ വരും. ചില ദിവസങ്ങളിൽ രാത്രി 10-ന് ശേഷമാണ് വിതരണം. സമയനിഷ്ഠയില്ലാതെ എത്തുന്ന വെള്ളത്തിനു വേണ്ടി ടാപ്പിന് ചുറ്റും കാത്തിരിക്കുകയാണ് സ്ത്രീകൾ. പൈപ്പിൽ വെള്ളമെത്തിയാൽ ആദ്യം ചുറ്റുവട്ടത്തുള്ള കുടുംബങ്ങൾ ശേഖരിക്കും. അതിനുശേഷമേ തെക്കേ കോയവളപ്പുകാർക്ക് വെള്ളം കിട്ടൂ. ഇവിടെയുള്ള 5 പൊതു ടാപ്പുകളിൽ 2 എണ്ണമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഇവയിൽ തന്നെ നൂൽക്കണക്കെയാണ് വെള്ളം ഇറങ്ങുന്നത്. ഒരു കുടം വെള്ളം നിറയാൻ അരമണിക്കൂർ വരെ കാത്തിരിക്കണം. വിതരണ ശൃംഖലയിലെ അവസാന പ്രദേശമാണ് കോയവളപ്പ് എന്നതിനാൽ ഇവിടേക്ക് വളരെ കുറഞ്ഞ തോതിലാണ് വെള്ളം എത്തുന്നത്. കാലമേറെയായി തുടരുന്ന ഈ അവസ്ഥയ്ക്ക് ഇതുവരെ പരിഹാരമായിട്ടില്ല. ഒരു മനുഷ്യന്റെ ജീവിതം നിലനിൽക്കുന്നത് ഒരു വള്ളമാണ്. ആ വള്ളം ഇല്ലാഞ്ഞാൽ മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ആർക്കും നിലനിൽക്കില്ല. പക്ഷെ ഈ പ്രദേശത്ത് വള്ളത്തിന്റെ കാര്യത്തിൽ വളരെ പ്രയാസമാണ്. കിണർ കുഴിച്ചാൽ ഉപ്പുവെള്ളം മാത്രം കിട്ടുന്ന തീരദേശവാസികൾ പാചകത്തിനും കുടിക്കാനും പദ്ധതി വെള്ളമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. വേണ്ടത്ര വെള്ളം കിട്ടാതായതോടെ കുടുംബങ്ങളുടെ സ്ഥിതി പരിങ്ങിലാണ്. ജല അതോറിറ്റിയുടെ പൊറ്റമ്മൽ മീഞ്ചന്ത പമ്പ് ഹൌസുകളിൽ നിന്നാണ് കോയവളപ്പിലേക്ക് വിതരണം. പദ്ധതി പൈപ്പ് ലൈൻ തെക്കേ കോയവളപ്പിലേക്ക് ദീർഘിപ്പിച്ചാൽ ഒരു പരിധിവരെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് നാട്ടുകാർ സൂചിപ്പിച്ചു. ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഒപ്പുശേഖരം നടത്തി വരികയാണ്. ജില്ലാ കളക്ടർ, കോർപ്പറേഷൻ സെക്രട്ടറി എന്നിവർക്ക് നിവേദനം സമർപ്പിക്കും. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മഴക്കെടുതിയിൽ 69 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. 149 വീടുകൾക്കാണ് കേടുപാട് സംഭവിച്ചത്. വേനൽ മഴയോടൊപ്പം എത്തിയ ശക്തമായ കാറ്റിലും ഇടിമിന്നലിലും ജില്ലയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. 68,84,500 രൂപയുടേതാണ് ഞായറാഴ്ച മാത്രമുണ്ടായ നാശനഷ്ടം. 33 ലക്ഷം രൂപയുടെ കൃഷിനാശമാണ് കണക്കാക്കുന്നത്. 147 വീടുകൾക്ക് സാരമായ കേടുപാടുണ്ടായി. കാറ്റിൽ റബ്ബർ, വാഴ, കവുങ്ങ്, തെങ്ങ് ഇതെല്ലാം കൂടെ നഷ്ടപ്പെട്ടു. കാറ്റ് ശക്തി ഭയങ്കരമായ ശക്തിയായിരുന്നു. ഒരു 3 മിനിറ്റോളം നിന്നു. ഒരുപാട് കഷ്ടപ്പെട്ടു. സുഖമില്ലാത്ത ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടായിരുന്നു. ആ വാഴ 125 വാഴയും പോയി. 2 വാഴ വെച്ചുകൊണ്ട് ബാക്കിയെല്ലാം പോയി. താമരശ്ശേരി താലൂക്കിൽ 30, കൊയിലാണ്ടിയിൽ 31, വടകര 86 എന്നിങ്ങനെയാണ് ഭാഗികമായി തകർന്ന വീടുകളുടെ എണ്ണം. താമരശ്ശേരിയിൽ 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. ഭയങ്കര കാറ്റും ഇടിയായിരുന്നു. അങ്ങനെ ഞാൻ അടുക്കളയുടെ വാതിലടയ്ക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലെ വാതിലിങ്ങനെ ആഞ്ഞടിച്ച് കണ്ടുണ്ടെന്ന് അടയ്ക്കാനായിട്ട് പോയത്. അന്നേരം ഹോസ്പിറ്റൽസ് വന്നിട്ട് തലയിലേക്ക് വീഴ് ചെയ്ത്. അന്നേരം ഞാൻ കവന്നടിച്ച് വീണു. കഴുത്തിനൊക്കെ വേദന, ഈ ഭാഗമെല്ലാം ചങ്ങിനൊക്കെ വേദനയാണ്. പിന്നെ എന്നാ ഉണ്ടായെന്ന് എനിക്കൊരു ഓർമ്മയില്ല. ഏപ്രിൽ മാസത്തിൽ 11,06,541 ഹെക്ടറിലെ കൃഷി നശിച്ചു. വിവിധ കൃഷിഭവനുകളിലായി 3,90,12,490 രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. മലയോര മേഖലകളിലാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത്. റബ്ബർ, വാഴ, തെങ്ങ് തുടങ്ങിയവയാണ് കൂടുതലായും നശിച്ചത്. കുലച്ചതും കുലയ്ക്കാത്തതുമായ വാഴകളാണ് മിക്കവാറും കാറ്റിൽ നിലംപൊത്തിയത്. കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷന്റെ ദ്വിദിന സംസ്ഥാന നേതൃ പരിശീലന ക്യാമ്പ് സമാപിച്ചു. ശിക്ഷസദനിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ അവസാന ദിന പരിപാടികൾക്ക് KUTA വൈസ് പ്രസിഡന്റ് M. മുഹമ്മദ് നൂറുദ്ദീൻ അധ്യക്ഷം വഹിച്ചു. കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ ശിക്ഷക് സദനിൽ സംഘടിപ്പിച്ച ദ്വിദിന സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പിന്റെ 2ാം ദിന പരിപാടിക്ക് KUTA വൈസ് പ്രസിഡന്റ് M. മുഹമ്മദ് നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. KUTA കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി CA ബിജു, KUTA സെക്രട്ടറി N. സന്തോഷ്, EKM ഷാഫി, M. കുഞ്ഞിമൊയ്തീൻ കുട്ടി, PKC മുഹമ്മദ്, P. അബൂബക്കർ, ഷംസുദ്ദീൻ തിരൂർക്കാട് എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് നടന്ന സെഷനിൽ SSCRT റിട്ടയർഡ് RO N. മൊയ്തീൻ കുട്ടി കലോത്സവ മൂല്യനിർണ്ണയം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ഉറുദു പഠനം കേരളത്തിൽ, ഉപരിപഠനവും ജോലി സാധ്യതകളും എന്ന വിഷയങ്ങളിലും ചർച്ചകൾ നടന്നു. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. വാർത്തകളിൽ ഇടവേള. Galaxy made of ABS material. റെഡി ആയില്ലേ? ദാ വരുന്നു. ആ പാക്കറ്റിലെ എന്റെ ചുവപ്പ് പട്ടുസാരി ഉണ്ടോ നോക്കി. ചുമപ്പ് പട്ടുസാരി ഇല്ല, പക്ഷെ ഒരു ചുവന്ന കാറുണ്ട്. അടുത്ത പാക്കറ്റിൽ നോക്കി. അതിലൊരു ബൈക്കാ. അപ്പൊ അടുത്ത പാക്കറ്റിലോ? TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾക്ക് മിഴിവേകിയ സന്തോഷം കല്യാൺ സിൽക്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. നേടൂ 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങൾ. ദിവസം തോറും ഹോണ്ട ബൈക്ക്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനം. ആഴ്ചതോറും ടൊയോട്ട ലിവ കാർ സമ്മാനം. ബമ്പർ സമ്മാനം 101 പവൻ. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. സംസ്കൃതി നദികളിതിലെ സുജലാം സുഫല ഇവ ഇഴകൾ കലരുന്ന
beautiful moments in your life with Malabar Gold and Diamonds. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. ഫറോക്ക് ബസ് സ്റ്റാൻഡിൽ ഫീസ് നിരക്ക് വർദ്ധിപ്പിച്ചതോടെ പഞ്ചായത്തിന്റെ വരുമാനം നിലച്ചു. നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് ബസ് ഉടമകൾ ഫീ ബഹിഷ്കരിച്ചതോടെ ഫറോക്ക് ഗ്രാമപഞ്ചായത്തിന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ ഫറോക്ക് ബസ് സ്റ്റാൻഡിന് പ്രവേശന പണം ബസ്സുകൾ നൽകാത്തത് ഗ്രാമപഞ്ചായത്തിന് വരുത്തിയ നഷ്ടം 1.25 ലക്ഷത്തോളം രൂപയാണ്. സ്റ്റാൻഡ് ഫീ വർദ്ധിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് നടപടിയോടുള്ള പ്രതിഷേധമാണ് ബസ്സുകളുടെ ഫീസ് ബഹിഷ്കരണം. ഒരു ബസ്സിന് 10 രൂപയും മിനി ബസ്സിന് 9 രൂപയുമായിരുന്നത് ഏപ്രിൽ 1 മുതൽ 14 13 രൂപയാക്കി ഉയർത്തുകയായിരുന്നു. എന്നാൽ പഞ്ചായത്ത് രാജ് ചട്ടപ്രകാരം എല്ലാ സൗകര്യമുള്ള സ്റ്റാൻഡിന് പരമാവധി 10 രൂപ നൽകിയാൽ മതിയെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നു. സ്റ്റാൻഡിൽ പരിമിത സൗകര്യം മാത്രമാണുള്ളത്. ബസ് ഓപ്പറേറ്റേഴ്സ് നടത്തുന്ന ഇൻഫർമേഷൻ കൗണ്ടറിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ട് 1 വർഷത്തോളമായെങ്കിലും ഗ്രാമപഞ്ചായത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. രാത്രിയായാൽ മെഴുകുതിരി കത്തിച്ചാണ് കൗണ്ടർ പ്രവർത്തിക്കുന്നത്. കറണ്ടില്ലാത്തതിനാൽ അനൗൺസ്മെന്റ് നിർത്തിവെക്കേണ്ടി വന്നു. കഠിന ചൂടിൽ ഫാനിന്റെ പ്രവർത്തനം പോലും ഇല്ലാത്തതിനാൽ ജീവനക്കാർ പുറത്തുനിന്നാണ് യാത്രക്കാർക്ക് വിവരങ്ങൾ നൽകുന്നത്. പ്രാഥമിക ആവശ്യങ്ങൾക്കായി കൺഫ്യൂസ് സ്റ്റേഷൻ ഉണ്ടെങ്കിലും വെള്ളമില്ലാത്തതിനാൽ അടച്ചിടുക പതിവാണ്. തണുപ്പിച്ച കുടിവെള്ളം നൽകാൻ സ്വകാര്യ വ്യക്തി നൽകിയ സംവിധാനം സ്ഥാപിച്ച് ഏറെ കഴിയും മുൻപ് നാശമായി. സ്റ്റാൻഡിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്തതിനാൽ യാത്രക്കാർ ബുദ്ധിമുട്ടുകയാണ്. ഈ പരിമിതികളൊക്കെ ഉണ്ടായിട്ടും നിയമം അനുശാസിക്കുന്ന പരമാവധി ഫീസ് തങ്ങൾ നൽകുന്നുണ്ടെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. ഇതിനിടയിലാണ് സ്റ്റാൻഡ് റൺവേ നവീകരിച്ചത് ചൂണ്ടിക്കാട്ടി അധികൃതർ 4 രൂപ ഫീസ് വർദ്ധിപ്പിച്ചത്. 160 ബസ്സുകൾ ഫറോക്ക് ബസ് സ്റ്റാൻഡ് വഴി കടന്നു പോകുന്നുണ്ട്. ഇവയിൽ പലതും രാമനാട്ടുകര, ബേപ്പൂർ, പരപ്പനങ്ങാടി, കുണ്ടോട്ടി, കോഴിക്കോട് തുടങ്ങിയ സ്റ്റാൻഡുകളിലും ഫീസ് നൽകേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിൽ ഇനിയൊരു വർധനവ് താങ്ങാനാവില്ലെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. തർക്കം 1 മാസം പിന്നിടുകയാണ്. പരിഹാരമായില്ലെങ്കിൽ ഫറോക്ക് ഗ്രാമപഞ്ചായത്തിന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടാവുക. അഭിപ്രായങ്ങൾ പറയേണ്ട സ്വാതന്ത്ര്യം മൗലികമാണെന്നും അത് എല്ലാ പൗരന്മാരുടെയും അവകാശമാണെന്നും മുൻ കേന്ദ്രമന്ത്രി MP വീരേന്ദ്രകുമാർ. സ്വാതന്ത്ര്യ സമര സേനാനിയും മാധ്യമ പ്രവർത്തകനുമായിരുന്ന AK ശങ്കരമേനോന്റെ സ്മരണാർത്ഥമുള്ള പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമര സേനാനിയും രാഷ്ട്രീയ നേതാവും ഗോവ വിമോചന സമരനായകനും മാധ്യമ പ്രവർത്തകനുമായിരുന്ന AK ശങ്കരമേനോന്റെ സ്മരണാർത്ഥമുള്ള പുരസ്കാരങ്ങൾ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, N അശോകൻ എന്നിവർക്ക് സമ്മാനിച്ചു. അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ MP വീരേന്ദ്രകുമാർ പുരസ്കാരദാനം നിർവഹിച്ചു. അഭിപ്രായങ്ങൾ പറയേണ്ട സ്വാതന്ത്ര്യം മൗലികമാണെന്നും അത് എല്ലാ പൗരന്മാരുടെയും അവകാശമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുൻകാലങ്ങളിലെ പോലെ രാഷ്ട്രീയത്തിനുമപ്പുറം വ്യക്തിബന്ധങ്ങൾ നിലനിർത്താൻ കഴിയണമെന്നും വീരേന്ദ്രകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ രാജ്യത്തിൽ പൗരൻ എന്നുള്ള നിലക്ക് മൗലികമായിട്ടുള്ള അവകാശങ്ങളിൽപ്പെട്ട ഒന്ന് വ്യതിരിക്ത അഭിപ്രായം രേഖപ്പെടുത്തേണ്ട അവകാശമുണ്ട്. അംഗീകരിച്ചോളുന്നില്ല. എല്ലാവരും ഒരഭിപ്രായം മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ള തിട്ടൂരം അത് പാർലമെന്റിൻ്റെതായാലും അംഗീകരിക്കും. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് K പ്രേംനാഥ് അധ്യക്ഷം വഹിച്ചു. O രാജഗോപാൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. പൊതുപ്രവർത്തനത്തിന്റെ ഏറ്റവും നല്ല പ്രതീകമായിരുന്നു ശങ്കരമേനോനെന്ന് രാജഗോപാൽ അനുസ്മരിച്ചു. NP ചെക്കോട്ടി പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി. AK ശങ്കരമേനോൻ സ്മാരക ട്രസ്റ്റിനെ കുറിച്ച് KS ശരത് ലാൽ വിശദീകരിച്ചു. MK രാഘവൻ MP, ചേറ്റൂർ ബാലകൃഷ്ണൻ, KC അബു, TH വത്സരാജ്, PS സുനിൽകുമാർ, PS ശ്രീധരൻപിള്ള, N അശോക് എന്നിവർ സംസാരിച്ചു. ദലിത് വനിതകളെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയ ബാബ രാംദേവിനെ പട്ടികജാതി വർഗ പീഡന നിരോധന നിയമപ്രകാരം തുറങ്കിലടക്കണമെന്നാവശ്യപ്പെട്ട് കേരള ദളിത് ഫെഡറേഷൻ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC സെക്രട്ടറി KV സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ദലിത് വനിതകളെ അപമാനിക്കുന്ന വിധം പ്രസ്താവന നടത്തിയ യോഗഗുരു ബാബ രാംദേവിനെ പട്ടികജാതി വർഗ പീഡന നിരോധന നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് തുറങ്കിലടക്കണമെന്ന് കേരള ദളിത് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയെ പ്രതിരോധിക്കുവാൻ ദളിത് വനിതകൾക്കെതിരെ നടത്തിയ അശ്ലീല പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച് കേരള ദളിത് ഫെഡറേഷൻ പ്രവർത്തക നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. ശിക്ഷാസദൻ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി കിഡ്സൺ കോർണർ പരിസരത്ത് സമാപിച്ചു. മാനേജർ സ്ക്വയറിൽ നടത്തിയ പ്രതിഷേധ യോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി KV സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. രാംദേവ് എന്ന് പറയുന്ന ഒരു സന്യാസി വേഷം ധരിച്ച
ഒരു കപടനായ വ്യക്തിയുടെ പരാമർശം ഞങ്ങളെ വേദനിപ്പിക്കാനുണ്ടായത് കാരണം ദളിതരെ മാത്രമല്ല അത് വേദനിപ്പിച്ചത്. ദളിതർ മാത്രമല്ല ഇതിൽ പ്രതിഷേധിക്കുന്നത്. ഇന്ത്യയിലെ മതേതരത്വം കാത്തുസൂക്ഷിക്കണം എന്നാഗ്രഹിക്കുന്ന ഇന്ത്യയിലെ പിന്നോക്ക ദളിത് മറ്റ് വിഭാഗങ്ങൾ ഇതിൽ പ്രതിഷേധിക്കുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റ് പി ടി ജനാർദ്ദനൻ അധ്യക്ഷം വഹിച്ചു. എ ഹരിദാസ്, രമേഷ് ബാബു, സി കെ രാമൻകുട്ടി, ദേവദാസ് കുതിരാടം, ചന്ദ്രൻ കയ്യിൽ, പി പി കമല, കാർത്തിയായനി, വി സി മാളു എന്നിവർ സംസാരിച്ചു. തനിമ കലാ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തനിമ പാട്ടെഴുത്തിന്റെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്ന ചടങ്ങിൽ കവി പി കെ ഗോപി മുഖ്യപ്രഭാഷണം നടത്തി. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തനിമ കലാ സാഹിത്യവേദി കേരള സംഘടിപ്പിച്ച പാട്ടെഴുത്ത് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ കവി പി കെ ഗോപി മുഖ്യപ്രഭാഷണം നടത്തി. കവിത എന്ന പേരിൽ ചിലത് എഴുതുന്നവർ ഒരുപാട് ഉണ്ടാകാമായിരിക്കാം. പക്ഷെ അവർ കാലത്തിന് മുന്നിൽ നിൽക്കുമോ എന്നത് വേറെ കാര്യമാണ്. അതുകൊണ്ട് വളരെ ആരുമറിയാതെ ആശങ്കാജനകമായ ഒരവസ്ഥയെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഗാന സാഹിത്യത്തെ അതിന്റെ പൂർവ്വ ക്ലാസിക് സംസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തനിമ നടത്തിയ ഈ പരിശ്രമത്തെ ഞാൻ മുഖകണ്ഠം പ്രശംസിക്കുന്നു. ചെറുതായിരിക്കാം നിങ്ങളുടെ പരിശ്രമം, ചെറുതു മതി. ആദം അയ്യൂബ് അധ്യക്ഷം വഹിച്ചു. ശ്രീധരനുണ്ണി പാട്ടെഴുത്ത് അവലോകനം നടത്തി. പി കെ ഗോപി, ടി കെ ഹുസൈൻ എന്നിവർ സമ്മാനങ്ങളുടെ സമർപ്പണം നടത്തി. റഹ്മാൻ മുന്നൂര്, ഡോക്ടർ ജമീൽ അഹമ്മദ്, ഷാബി പനങ്ങാട്, എം പി മുഹമ്മദ് അഷറഫ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ജില്ലാ കോഓപ്പറേറ്റീവ് ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി ചൈനയിലേക്ക് നടത്തുന്ന 4ാമത്തെ ടൂർ പാക്കേജിലെ യാത്രാ സംഘത്തിന് യാത്രയയപ്പ് നൽകി. 13 പേരാണ് സൊസൈറ്റിയുടെ ടൂർ പാക്കേജിൽ ചൈന സന്ദർശിക്കുന്നത്. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ പി ടി അബ്ദുൽ ലത്തീഫ് യാത്രയയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോഓപ്പറേറ്റീവ് ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ചൈന യാത്രാ സംഘം ചൊവ്വാഴ്ച പുറപ്പെട്ടു. പകൽ 2-ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് യാത്ര ആരംഭിച്ചു. 13 പേരാണ് സൊസൈറ്റിയുടെ ടൂർ പാക്കേജിൽ ചൈന സന്ദർശിക്കുന്നത്. 10 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മെയ് 9-ന് സംഘം തിരിച്ചെത്തും. സൊസൈറ്റി ചൈനയിലേക്ക് നടത്തുന്ന 4ാമത്തെ ടൂർ പാക്കേജാണിത്. ഹോങ്കോങ് അടക്കമുള്ള യാത്രയ്ക്ക് 1,10,000 രൂപയാണ് ഈടാക്കുന്നത്. സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ 1.5 ലക്ഷത്തോളം രൂപ ഈടാക്കുമ്പോഴാണ് സൊസൈറ്റി മിതമായ നിരക്കിൽ ചൈന യാത്ര സംഘടിപ്പിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് കൊളംബോ വഴിയാണ് ബീജിംഗിലെത്തുക. സ്വദേശത്തും വിദേശത്തുമായി 815 പേർക്ക് ഇതുവരെ സൊസൈറ്റി വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര സംഘടിപ്പിച്ചു. മലബാർ പാലസിൽ നടന്ന ചടങ്ങിൽ യാത്രാ സംഘത്തിന് യാത്രയയപ്പ് നൽകി. സംഘാംഗമായ എ ടി അബ്ദുള്ളക്കോയ്ക്ക് യാത്രാരേഖകൾ നൽകി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ പി ടി അബ്ദുൽ ലത്തീഫ് യാത്രയയപ്പ് ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് പി എം അബ്ദുൽ ഖാദർ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് പത്മനാഭൻ പള്ളത്ത് സ്വാഗതവും ഡയറക്ടർ എം ഭാസ്കരൻ നന്ദിയും പറഞ്ഞു. കെ ഗംഗാധരൻ പുതുക്കുടി രചിച്ച കോഴിക്കോട് നഗരത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും വാമൊഴി ചരിത്രം എന്ന ഗ്രന്ഥം പ്രകാശനം ചെയ്തു. ചടങ്ങിനോടനുബന്ധിച്ച് പ്രാദേശിക ചിത്രരചനയുടെ പ്രസക്തിയും വാമൊഴി ചരിത്രത്തിന്റെ സാധ്യതകളും എന്ന വിഷയത്തിൽ സംവാദവും നടന്നു. ഗംഗാധരൻ പുതുക്കുടി രചിച്ച കോഴിക്കോട് പട്ടണ പ്രദേശങ്ങളിലെ ആവാസ കേന്ദ്രങ്ങൾക്ക് ചുറ്റുമെന്ന വാമൊഴി ചരിത്ര പുസ്തകം ഡോക്ടർ കെ കെ എൻ കുറുപ്പ് പ്രകാശനം ചെയ്തു. ഡോക്ടർ ജെ പ്രസാദ് പുസ്തകം ഏറ്റുവാങ്ങി. കൊളോണിയൻ കാലഘട്ടത്തോടെ അടഞ്ഞുപോയ പ്രാദേശിക ചരിത്രധാരകളെ വീണ്ടെടുക്കുന്നതിൽ വാമൊഴി ചരിത്രത്തിന് പ്രധാന പങ്കുണ്ടെന്ന് ഡോക്ടർ കെ കെ എൻ കുറുപ്പ് പറഞ്ഞു. അറ്റുപോയ കണ്ണികളെ കൂട്ടിച്ചേർക്കുന്നതിൽ പ്രാദേശിക ചരിത്രകാരന്മാർ നടത്തുന്നത് ശ്രദ്ധേയകരമായ ദൗത്യമാണ്. അക്കാദമിക ചരിത്ര ഗവേഷകർ കണ്ടെത്താത്ത വിവരങ്ങൾ തേടിപ്പിടിച്ച് ക്രോഡീകരിക്കുകയാണ് ഗ്രന്ഥകാരൻ ചെയ്തിരിക്കുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള പഴയ നഗരങ്ങളിലൊന്നായ കോഴിക്കോടിനെ സംബന്ധിച്ച് ഇതുപോലൊരു ഗ്രന്ഥം പ്രസക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേളിവട്ടൻ പഠന ഗവേഷക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ മേയർ എ കെ പ്രേമജം അധ്യക്ഷം വഹിച്ചു. തികച്ചും പുതുമയാർന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഗംഗാധരൻ പുതുക്കുടി സംസാരിച്ചു. കെ ടി കുഞ്ഞിക്കണ്ണൻ സ്വാഗതം പറഞ്ഞു. പ്രാദേശിക ചരിത്രരചനയുടെ പ്രസക്തിയും വാമൊഴി ചരിത്രത്തിന്റെ സാധ്യതയും സെമിനാറിൽ പ്രൊഫസർ സി പി അബൂബക്കർ മോഡറേറ്ററായിരുന്നു. ഡോക്ടർ കെ ഗോപാലൻകുട്ടി, ഡോക്ടർ കെ എൻ ഗണേഷ് എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. പൂട്ടിയ ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകാനുള്ള നീക്കത്തിനെതിരെ കേരള മദ്യനിരോധന സമിതി മുഫീസിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ധർണ നടത്തി. സ്വാതന്ത്ര്യ സമര സേനാനി പി വാസു ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ടി എം രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി.
സർക്കാർ അടച്ചുപൂട്ടിയ 418 ബാർ ഹോട്ടലുകൾക്ക് വീണ്ടും ലൈസൻസ് നൽകി തുറക്കാനുള്ള നീക്കം ഒഴിവാക്കണമെന്നും ബാറുകൾ തുറക്കാനുള്ള തീരുമാനമെടുത്താൽ അത് വലിയ ജനവഞ്ചനയാകുമെന്നും സ്വാതന്ത്ര്യ സമര സേനാനി പി വാസു ചൂണ്ടിക്കാട്ടി. 148 ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകാനുള്ള UDF നീക്കത്തിനെതിരെ കേരള മദ്യനിരോധന സമിതി കോഴിക്കോട് ഓഫീസിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഘട്ടം ഘട്ടമായി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രൊഫസർ TM രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സമിതി ജില്ലാ പ്രസിഡന്റ് മാഹിൻ നേരോത്ത് അധ്യക്ഷം വഹിച്ചു. പ്രൊഫസർ OJ ചിന്നമ്മ, OD തോമസ്, MSS സെക്രട്ടറി മൊയ്തീൻകുട്ടി, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി T ബാലകൃഷ്ണൻ, സോഷ്യലിസ്റ്റ് വനിതാ നേതാവ് ജിജ ബാലുശ്ശേരി, ജോർജ് മേച്ചേരി, പുലിൽ കൃഷ്ണൻ, കുര്യൻ ചമ്പനാരി, ഷാലു പന്തിരങ്കാവ്, ഭരതൻ പുത്തൂർവട്ടം, ശ്രീധരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കൊയിലാണ്ടി ശ്രീചക്ര സെന്റർ ഫോർ മ്യൂസിക് സ്റ്റഡി സെന്റർ സംഘടിപ്പിച്ച ത്രിദിന സംഗീത സാധന ക്യാമ്പ് സമാപിച്ചു. സമാപന പരിപാടിയിൽ സംഗീതജ്ഞൻ തൃച്ചി ഗണേശൻ ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി ശ്രീചക്ര സെന്റർ ഫോർ മ്യൂസിക് സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ത്രിദിന സംഗീത സാധനയ്ക്ക് സമാപനമായി. സംഗീതജ്ഞൻ തൃച്ചി ഗണേശൻ സ്വാതി തിരുനാളിന്റെ ദേവദേവ കലായം വിധേ എന്ന മായാമാളവിക കീർത്തനം ആലപിച്ചുകൊണ്ട് സംഗീത സാധനയുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ തായമ്പക വിദഗ്ധൻ സനന്ദ് രാജിനെ അനുമോദിച്ചു. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ രമേശ് നാരായണൻ, ഗാനരചയിതാവ് VP മുരളി, UK രാഘവൻ, പ്രൊഫസർ PR കുമാരൻ, നേലൂർ വാസുദേവൻ, പ്രൊഫസർ കാവുംവട്ടം വാസുദേവൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ശ്രീചക്ര സെന്ററിന്റെ ഭാരവാഹികളായ പ്രൊഫസർ പാറശാല രവി, അരുൺ തൃപ്പൂണിത്തുറ, അമ്പലപ്പുഴ പ്രദീപ്, പാമ്പിരിക്കുന്ന് ഡോക്ടർ പ്രദീപ് എന്നിവർ സംഗീത സാധനയ്ക്ക് നേതൃത്വം നൽകി. വെറുതെ കണ്ടുപോവാതെ വായിച്ചു മനസ്സിലാക്കുകയും ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്യേണ്ട ചിത്രങ്ങളുമായി അജീബ് കോമാച്ചിയുടെ ഫോട്ടോ പ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. കേരളത്തിന്റെ അനിഷ്ടകരമായ ദൃശ്യങ്ങൾ നിരത്തിയ മലയാളിയെ സ്വയം വിമർശനത്തിന് പ്രേരിപ്പിക്കുകയാണ് പ്രദർശനം. കേരളീയനെ വിമർശിക്കുന്ന പ്രമുഖരുടെ ശബ്ദരേഖകൾ ഫോട്ടോകൾക്ക് അടിക്കുറിപ്പായി നൽകിയത് പ്രദർശനത്തെ വ്യത്യസ്തമാക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാടല്ല കേരളമെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന 80ഓളം ചിത്രങ്ങളുടെ പ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് നടക്കുന്നത്. വൃദ്ധരോട് പോലും കരുണ കാണിക്കാത്ത ഹർത്താൽ അക്രമം, പൊതുമുതൽ നശിപ്പിക്കൽ, ആദിവാസികളുടെ ക്രൂരത കാണിക്കുന്ന പോലീസ്, ജീവജലത്തിൽ പോലും മാലിന്യം തള്ളുന്ന മലയാളി, പെണ്ണിനെ മാംസക്കൊതിയോടെ മാത്രം കാണുന്നവർ, പ്രകൃതിയോട് ക്രൂരത കാട്ടുന്ന വികസനം, അനാസ്ഥ മൂലമുണ്ടാകുന്ന വാഹനാപകടങ്ങൾ തുടങ്ങി ഒട്ടും മനോഹരമല്ലാത്ത പതിവ് കാഴ്ചകളിലേക്കാണ് അജീബ് ക്യാമറ കണ്ണുകൾ തുറക്കുന്നത്. ദുരന്തഭൂമിയുടെ നഷ്ടബാല്യം, പെൺനോവ്, കാക്ക 901, അറബി മലയാളം, ചിത്രം, ചരിത്രം തുടങ്ങിയ വ്യത്യസ്തമായ ഫോട്ടോ പ്രദർശനങ്ങൾ സംഘടിപ്പിച്ച് ശ്രദ്ധേയനായ അജീബിന്റെ 7ാമത്തെ പ്രദർശനമാണിത്. ദേശീയ തലത്തിലടക്കം 16ഓളം അവാർഡുകളാണ് ഇതിനകം അജീബിനെ തേടിയെത്തിയത്. ഈ മാസം 30 വരെ പ്രദർശനം തുടരും. ഡോക്ടർ MN കാരശ്ശേരിയാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. റെസിഡൻസ് അസോസിയേഷൻ വിശേഷങ്ങളിലേക്ക്. ബേപ്പൂർ നടുവട്ടം കൽക്കുന്ന് റെസിഡൻസ് അസോസിയേഷനും പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും ചേർന്ന് ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആരോഗ്യ കേന്ദ്രം GHIമാരായ P ഹരികൃഷ്ണൻ, TP സനൽ, CP ജംഷീദ, JPNRS രേഖ, അസോസിയേഷൻ പ്രസിഡന്റ് B സോമൻ, M കൃഷ്ണദാസ്, K പ്രദീപ്, T ഷീജ, TV അനിത, CK റീജ എന്നിവർ നേതൃത്വം നൽകി. ഇനി ക്ഷേത്രവിശേഷങ്ങൾ. തിരുത്തിയാട് അഴകൊടി ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവം കൊടിയേറി. തന്ത്രി പാടേരി സുനിൽ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മെയ് 5 വരെയാണ് ആഘോഷം. കഴിഞ്ഞ ദിവസം ദ്രവ്യകലശാഭിഷേകം, വലിയ പാണി ബ്രഹ്മകലശാഭിഷേകം, ശ്രീഭൂതബലി, ആചാര്യവരണം, മുളയിടൽ, കൂട്ടപ്രാർത്ഥന, കലവറ നിറയ്ക്കൽ എന്നിവ നടന്നു. രാത്രി കൊടിയേറ്റത്തിന് ശേഷം വെടിക്കെട്ടുമുണ്ടായിരുന്നു. പ്രതിഷ്ഠാദിനമായ 5-ന് വിശേഷാൽ പൂജകൾ, ആറാട്ട് സദ്യ, ആറാട്ട് ബലി, ആറാട്ട് എഴുന്നള്ളിപ്പ്, ആറാട്ട് എന്നിവ നടക്കും. രാത്രി ആറാട്ട്, തിരിച്ചെഴുന്നള്ളിപ്പിന് ശേഷം ഉത്സവം കൊടിയിറങ്ങും. തമ്പി റോഡ് കരുമൻകാവ് ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലെ സ്വാമി വിനിശ്ചലാനന്ദ മഹാരാജ് ഉദ്ഘാടനം ചെയ്തു. യജ്ഞ കമ്മിറ്റി പ്രസിഡന്റ് K ജനാർദ്ദനൻ അധ്യക്ഷം വഹിച്ചു. കല്ലംവള്ളി ജയൻ നമ്പൂതിരി, കല്ലംവള്ളി നാരായണ നമ്പൂതിരി എന്നിവരാണ് യജ്ഞാചാര്യന്മാർ.
അപ്പോൾ അവരവരുടെ രുചി എന്താണോ ആ രീതിയിൽ നീങ്ങി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും എന്തുണ്ടാവും? ആനന്ദം ഉണ്ടാവുന്നത്. ആ ആനന്ദം കണ്ടുപിടിക്കുക, അതാണ് ഭാഗവതത്തിന്റെ ലക്ഷ്യം. റിട്ടയർഡ് ADM KP രമാദേവി, N സത്യനാഥ് എന്നിവർ സംസാരിച്ചു. യജ്ഞം മെയ് 4-ന് സമാപിക്കും. യജ്ഞ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കലവറ നിറയ്ക്കൽ, യജ്ഞാചാര്യനെയും വിശിഷ്ടാതിഥികളെയും സ്വീകരിച്ച് ആനയിക്കൽ എന്നിവ നടന്നു. ഒന്നാം ദിനം ആചാര്യവരണത്തെ തുടർന്ന് സൂതശൗനക സംവാദം, വ്യാസനാരദ സംവാദം, കുന്തിസ്തുതി, ഭീഷ്മസ്തുതി, പരീക്ഷത്തിന്റെ ശാപം, ശുഗാഗമനം, പ്രപഞ്ചോൽപത്തി, വരാഹാവതാരം, ഹിരണ്യാക്ഷവധം എന്നിവ പാരായണം ചെയ്തു. ബിസിനസ് വാർത്തകൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നടക്കുന്ന ആർട്ടിസ്ട്രി ബ്രാൻഡ് ജ്വല്ലറി ഷോയുടെ ഭാഗമായി ജെമ്മോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്ക ഡയമണ്ട്സ് ആർ ഫോർ എവർ നോ ദം ബെറ്റർ എന്ന പേരിൽ വജ്രങ്ങളെക്കുറിച്ചും വജ്രാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും കോഴിക്കോട് താജ് ഗേറ്റ്വേ ഹോട്ടലിൽ പ്രത്യേക ക്ഷണിതാക്കൾക്കായി ഒരു സെമിനാർ അവതരിപ്പിച്ചു. ജെമ്മോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്കയുടെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ നിരൂപ ഭട്ട് സെമിനാറിന് നേതൃത്വം നൽകി. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KP വീരാൻകുട്ടി, O അഷർ, കോർപ്പറേറ്റ് ഹെഡ് R ജലീൽ എന്നിവർ സന്നിധരായിരുന്നു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് ഈസ്റ്റിന്റെ നേതൃത്വത്തിൽ ലയൺസ് പുഷ്പ ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നു. മെയ് 1 മുതൽ 9 വരെയായി കോഴിക്കോട് ഗുജറാത്തി സ്കൂളിൽ വെച്ചാണ് മേള നടക്കുന്നത്. ലയൺസ് ക്ലബ്ബ് കാലിക്കറ്റ് ഈസ്റ്റിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ചാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. മേളയുടെ വരുമാനം സാമൂഹ്യ സേവനത്തിനായി ഉപയോഗിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷദ്വീപിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി NCP സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് NCPയുടെ ഉന്നതാധികാര സമിതി വിലയിരുത്തിയതായി NCP ലക്ഷദ്വീപ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പരാജയ ഭീതിയാൽ കോൺഗ്രസ് വ്യാപകമായ അക്രമം അഴിച്ചുവിടുകയാണ്. കൽപ്പേനിയിൽ NCPയുടെ മഹിളാ കോൺഗ്രസ് നേതാവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ KN നസീമയെ 100ഓളം വരുന്ന കോൺഗ്രസുകാർ KI അബ്ദുള്ളക്കോയയുടെ നേതൃത്വത്തിൽ ആക്രമിച്ച സംഭവത്തിൽ NCP ശക്തമായി പ്രതിഷേധിക്കുകയും കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. സരസ്വതി ദൃശ്യകലാശാല ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇസഡോറ എന്ന പേരിൽ ഡാൻസ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ചാവറ കൾച്ചറൽ സെന്ററിന്റെ സഹകരണത്തോടുകൂടിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പണിക്കർ സർവീസ് സൊസൈറ്റി കോഴിക്കോട് ജില്ലാ സമ്മേളനം മെയ് 3, 4 തീയതികളിൽ കൊയിലാണ്ടി സൂരജ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. K. ദാസൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ K. ശാന്ത ടീച്ചർ, പണിക്കർ സർവീസ് സൊസൈറ്റി സംസ്ഥാന അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കും. 2 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി കളരിപ്പയറ്റ്, ഏകാംഗ നാടകം, നൃത്തങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കും. PK പുരുഷോത്തമൻ, മടത്തിങ്കൽ വിനോദ് കുമാർ, PK ഗിരീഷ് പണിക്കർ, ഷൺമുഖദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് സാമൂതിരി മാനവിക്രമൻ രാജ തീപ്പെട്ടു. അന്ത്യം അസുഖത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ. കഴിഞ്ഞ വർഷത്തെ മലബാർ മഹോത്സവത്തിലും ഓണാഘോഷത്തിലും അഴിമതി നടന്നെന്ന് പരാതി. DTPC ഓഫീസിൽ വിജിലൻസ് പരിശോധന. വേനൽ മഴ. ജില്ലയിലെ മലയോര മേഖലയിൽ വൻ നാശനഷ്ടം. കൃഷികൾ നശിച്ചു, വീടുകൾ തകർന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഗാലക്സി മേഡ് ഓഫ് ABS മെറ്റീരിയൽ.